ചിലി എന്ന രാജ്യത്ത് 35 മൈനേഴ്സ്, മൈനിങ് ചെയ്യുന്ന ആൾക്കാർ, അവര് സ്റ്റക്കായി. 1-2 ദിവസമല്ല, 69 ദിവസം അവർ സ്റ്റക്കായി. 69ാമത്തെ ദിവസം റെസ്ക്യൂ ടീം അവരുടെ അടുത്ത് എത്തി. ഭയങ്കര ആഴത്തിൽ അവർ സ്റ്റക്കായി. ഈ 69 ദിവസം കഴിഞ്ഞപ്പോൾ അവരോർത്ത് ആരും ജീവനോടെ കാണത്തില്ല. പക്ഷെ ഈ 35 പേരും ദേവർ അല്ലായി. അവർ ജീവനുണ്ടായിരുന്നു. അവർ പുറത്ത് വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇന്റർവ്യൂക്കാരെല്ലാം വന്ന് ചോദിച്ചു, ഹൗ ഡിഡ് യു സർവൈവ്? എങ്ങനെയാണ് 69 ദിവസം നിങ്ങൾ സർവൈവ് ചെയ്തത്? ഈ മൈനേഴ്സ് പറഞ്ഞ ഒരു കാര്യമാണ്, ഞങ്ങൾ സ്റ്റക്കായത് ഞങ്ങൾക്ക് മനസ്സിലായപ്പോൾ ഞങ്ങൾ കരങ്ങൾ കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ മൈനർ പറയുന്നതാണ്, ഗോഡ് നെവർ ലെഫ്റ്റ് ദ മൈൻ. ദൈവം ആ മൈൻ, ഞങ്ങൾ സ്റ്റക്കായിരുന്ന ആ സ്ഥലത്ത്, ഹി നെവർ ലെഫ്റ്റ് us. നീ എത്ര വലിയ പ്രതിസന്ധിയിലായിക്കോട്ടെ, എത്ര വലിയ ആഴത്തിലായിക്കോട്ടെ, എത്ര വലിയ ഡീപ്പായ സിറ്റുവേഷൻ ആയിക്കോട്ടെ, ഇന്ന് നീ ദൈവസന്നിധി നീ അടക്കുവാണെങ്കിൽ, നീ ദൈവസന്നിധി നീ സമർപ്പിക്കുവാണെങ്കിൽ, നീ ദൈവസന്നിധി നീ ഓടുവാണെങ്കിൽ, അമ്മ നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്വർഗമുണ്ട്. എത്ര പേർക്ക് പറയാൻ കഴിയും, അമ്മ ആ പാട്ട്, അമ്മ ഡോക്ടർ ബ്ലസ്സം ഹേമന വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പാട്ട് എഴുതിയ ആ പാട്ടിന്റെ ഈ അടികൾ ഇങ്ങനെയാണ്, എല്ലാ തോൽവികൾക്കും നാഥ നന്ദി, നിന്റെ സാന്നിധ്യം അറിയാൻ അത് നിമിത്തമായി. എത്ര പേർക്ക് പറയാൻ കഴിയും, അമ്മ ഹല്ലേലൂയ, എൻ്റെ ജീവിതത്തിൽ വന്ന തോൽവികളും എൻ്റെ ജീവിതത്തിൽ വന്ന പരാജയങ്ങളും കർത്താവേ നന്ദി, കർത്താവേ നന്ദി, കർത്താവേ നന്ദി, കർത്താവേ. Rely on God's provision. ദൈവത്തിന്റെ കരുതലിൽ ആശ്രയിക്കുക. മനുഷ്യന് തരുമ്പോൾ ഒരു ലിമിറ്റ് ഉണ്ട്, പക്ഷെ സ്വർഗം നിനക്ക് വേണ്ടി വാതിൽ തുറക്കുമ്പോൾ ഇറ്റ് ഈസ് അൺലിമിറ്റഡ്.